എവിടെ അനീതിയും ചൂഷണവും ഉണ്ടോ അതിനോട് പ്രതികരിക്കുന്ന ചില മനുഷ്യരെ നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിയാണ് കൊച്ചി കലൂർ സ്വദേശി ആന്റണി ജോയ്. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതിന് ആന്റണിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. കരണക്കോടം സെന്റ് ജൂഡ് സ്കൂളിൽ വെച്ചാണ് മാനേജറുടെ നിർദ്ദേശപ്രകാരം പുറമെ നിർത്തിയ ഒരു സംഘം മർദ്ദിച്ചതെന്നാണ് PTA പ്രസിഡന്റ് കൂടിയായ ആന്റണി ആരോപിക്കുന്നത്. കരണക്കോടം സെന്റ് ജൂഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെയും ഓപ്പൺ ബുക്ക് ലൈബ്രറിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ രാവിലെ എത്തിയതായിരുന്നു PTA പ്രസിഡന്റ് കൂടിയായ ആന്റണി. പരിപാടി കഴിഞ്ഞ ശേഷം ആന്റണി കഴിഞ്ഞ വർഷം സ്കൂളിലെ ചാരിറ്റി പ്രവർത്തനത്തിനായി താൻ സംഭാവന ചെയ്ത തുകയുടെ കാര്യം സ്കൂൾ അധികൃതരോട് ചോദിച്ചു. കഴിഞ്ഞ വർഷം സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 2 കുട്ടികളുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാനായി PTA എക്സിക്യൂട്ടീവ് പണം സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനായി വിവിധ രക്ഷിതാക്കളിൽ നിന്നായി 2 ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുക കൈമാറിയോ എന്ന കാര്യം വൈസ് പ്രിൻസിപ്പലിനോട് ചോദിച്ചപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. സ്കൂളിലെ ഗവേണിംഗ് ബോഡി അംഗവും പുറമെ നിന്നെത്തിയ 4 പേരും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആന്റണി പറയുന്നു. മാനേജർ അച്ഛൻ്റെ ഇൻസ്റ്റിഗേഷൻ കാരണമാണ് ബാക്കിയുള്ളവർ വന്ന് അത് അവർ പറയുന്നത് അവർ ഗവേണിംഗ് ബോഡിയിലെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടതിൽ 2-3 പേരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ ബാക്കി ആരെയും എനിക്ക് പരിചയമില്ല. എന്നെ അടിച്ചത് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറഞ്ഞ എനിക്ക് അറിയാവുന്ന 2-3 പേര് എൻ്റെ കൈ പിടിച്ചു, എന്നെ ബലമായിട്ട് പിടിച്ചു നിർത്തി. എന്നിട്ടാണ് ബാക്കിയുള്ളവർ ഒച്ചയിൽ എന്നോട് പെരുമാറിയത്. ആന്റണിയെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നാലെ പോലീസ് എത്തിയെങ്കിലും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. പാലാരിട്ടം പോലീസ് സ്റ്റേഷൻ SI അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇന്റർവ്യൂ ചെയ്തു. എന്നെ അടിച്ചത് പുള്ളി കണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും SIയും SIയുടെ സബോർഡിനേറ്റും കൂടെ എന്നെ അവിടുന്ന് ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് എന്നോട് പോകാൻ പറഞ്ഞു. ഇനി ക്യാമ്പസിൽ നിൽക്കരുതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി. സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയ ആന്റണി തന്നെ ആക്രമിച്ചവർക്കെതിരെ പാലാരിവട്ടം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.